നമ്മുടെ സ്റ്റുഡൻസ് നമ്മുടെ നാട്ടിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് ഇവരുടെ മനസ്സിലുള്ള ആഗ്രഹം, ദൈവമേ എനിക്കൊരു ടയർ 1 ലെവൽ രാജ്യത്ത് പോയി നല്ല ഇൻഫ്രയും നല്ല ഫെസിലിറ്റീസും നല്ല കൾച്ചറും ഉള്ള ഒരു രാജ്യത്ത് പോയി ജീവിക്കാൻ പറ്റണേ, അതുകൊണ്ട് എനിക്ക് ഈ വിസ എന്ത് ചെയ്യണം, സ്റ്റാമ്പ് ചെയ്ത് കിട്ടണം, എനിക്ക് അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റണം എന്നാണ് ഇവരുടെ ആഗ്രഹം. പക്ഷെ നമുക്ക് മാൻ പവർ ഉണ്ട്. പല വികസിത രാജ്യങ്ങൾക്കും മാൻ പവർ ഇല്ല. അവർക്ക് ഇൻഫ്രയുണ്ട്, സമ്പത്തുണ്ട്, പക്ഷെ അവർക്ക് നല്ല മനുഷ്യരെ വേണം. ഞാനിപ്പോ അങ്ങോട്ട് ചെല്ലാം, ഞാൻ റെഡി, ഞാൻ ആ രാജ്യത്തേക്ക് വരാമെന്ന് പറഞ്ഞവർക്ക് വേണ്ട. അവർക്ക് ആ രാജ്യത്തുള്ള തൊഴിൽ ചെയ്യാൻ പറ്റിയ എംപ്ലോയീസിനെയാണ് പൗരന്മാരായിട്ട് വേണ്ടത്. അതിനവര് നമ്മുടെ രാജ്യത്ത് നിന്നും ആളുകളെ അവിടെ എത്തിച്ച് അവിടെയുള്ള കോഴ്സ് പഠിപ്പിച്ചതിന് ശേഷം അവർ വാച്ച് ചെയ്യും, നമ്മൾ ഓവർലുക്ക് ചെയ്യും. ഇവൻ നല്ല പൗരനാണോ, ഇവൻ തെറ്റുകൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, ഇവൻ ഈ ജോലി നന്നായിട്ട് ചെയ്യാനായിട്ട് ആപ്റ്റ് ആണോ എന്നൊക്കെ അവർ നോക്കിയതിന് ശേഷം മാത്രം നമുക്ക് PR തരും. ബേസിക്കലി ആ രാജ്യങ്ങളുടെ ആവശ്യമാണ് അവർക്ക് നല്ല പൗരന്മാർ വേണം എന്നുള്ളത്. അതുകൊണ്ട് ഈ ഓപ്പർച്യൂണിറ്റി എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന രാജ്യം നല്ലതാണെങ്കിൽ, നമ്മൾ എടുക്കുന്ന കോഴ്സ് നല്ലതാണെങ്കിൽ, അതിന് ജോലി സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ പോകുന്ന കുട്ടികൾക്ക് സന്തോഷം ഉണ്ടാകും. അവര് ചൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും. അവർ ചൂസ് ചെയ്യുന്ന നമുക്ക് അവരെ കൊണ്ട് ചൂസ് ചെയ്യിപ്പിക്കാൻ പറ്റും. നമുക്ക് അവരെ നന്നായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. വെറുതെ ഒരു രാജ്യത്തേക്ക് പോവല്ല, നിങ്ങൾ ഡെസ്പറേറ്റ് ആയിട്ട് എങ്ങോട്ടെങ്കിലും പോവല്ല ചെയ്യേണ്ടത്. നിങ്ങൾ പ്ലാൻ ചെയ്യണം, നിങ്ങൾ വളരെ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യണം. അതിനുശേഷം മാത്രം ഏതെങ്കിലും ഒരു കോഴ്സ് ചൂസ് ചെയ്യണം എന്ന് നമുക്ക് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. നമ്മളെപ്പോലുള്ള ആളുകൾ ഇതിനകത്ത് എത്തിക്കലാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ സന്തോഷത്തോടു കൂടി മറ്റു രാജ്യങ്ങളിൽ ജീവിക്കും. അതാണ് വാസ്തവം.